ഏകദേശം 1882 നിർമ്മാണം തുടങ്ങിയിട്ട് 2026 ഇത്. ഇതുവരെ നിർമ്മാണം പൂർത്തിയാവാത്ത ലോകത്തിൽ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതാണ് ലാ സഗ്രദ ഫാമിലിയ. ഹായ്. സ്പെയിനിലെ ഏറ്റവും വലിയ സിറ്റികളിലൊന്നായ ബാഴ്സലോണയിലാണ് ഞാനെന്നുള്ളത്. സമയം ഏകദേശം 8:15. ഞാൻ ഷിപ്പിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊരു 5 പേരുണ്ട്. എൻ്റെ 2 ഫ്രണ്ട്സ് കൂടെ ഉണ്ട് കൂടെ. ഇതാണ് ഇവിടുത്തെ പോർട്ട്. നേരെ ആ കാണുന്നതാണ് ഇവിടുത്തെ വേൾഡ് ട്രേഡ് സെൻറ്റർ. ഏകദേശം അതിൻ്റെ പുറകിലായിട്ടാണ് നമ്മൾ പോകുന്ന ലാ സഗ്രദ ഫാമിലിയ. ഇവിടെ കുറേ ടെർമിനൽ ഉണ്ട് കേട്ടോ, ക്രൂയിസ് ടെർമിനൽ. അതിൽ ഒരെണ്ണമാണ് ഇത്. ഞങ്ങൾ ഇവിടുന്ന് ഒരു ഊബർ പിടിച്ച് ഇവിടുത്തെ ലാ സഗ്രദ ഫാമിലിയ അങ്ങോട്ട് പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളുടെ ഊബർ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ പോകുന്ന വണ്ടി. ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളാണ് അതൊക്കെ. അങ്ങനെ ഞങ്ങള് ആ പള്ളിയുടെ മുന്നിലേക്ക് എത്തി. ഇതാണ് ലാ സഗ്രദ ഫാമിലിയ. ഏകദേശം 144 വർഷങ്ങളായി ഇതിന്റെ നിർമ്മാണം തുടങ്ങിയിട്ട്. 1882 ഈ പള്ളിയുടെ നിർമ്മാണം തുടങ്ങിയത്. അന്റോണിയോ ഗൗഡി എന്ന ഒരു ആർക്കിടെക്റ്റ് ആണ് ഇത് നിർമ്മിച്ചത്. അദ്ദേഹം ഇപ്പോൾ ജീവനോടെ ഇല്ല. പക്ഷെ എന്നാലും ഇതിന്റെ ഇതിന്റെ നിർമ്മാണം ഇതുവരെ പൂർത്തിയായിട്ടില്ല. അന്റോണിയോ ഗൗഡി എന്ന എഞ്ചിനീയറുടെ ഇതുവരെ നിർമ്മാണം പൂർത്തിയാവാത്തൊരു മാസ്റ്റർ പീസാണ് ഈ കാണുന്ന ചർച്ച്. 2026 ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കപ്പെടും എന്നാണ് പറയുന്നത്. ഇതിന്റെ മെയിൻ നിർമ്മാതാവായ ഗൗഡിയുടെ 100ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഇതിന്റെ പണി പൂർത്തിയാക്കാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയ പള്ളികളിലൊന്നാണ് ഇത്. ശ്രദ്ധിച്ചാൽ അറിയാം, ഈ പള്ളിക്ക് മൂലകളൊന്നുമില്ല. എല്ലാ ഭാഗവും ഉരുണ്ടാണ് ഇരിക്കുന്നത്. അന്റോണിയോ ഗൗഡി എന്ന നിർമ്മാതാവിൻ്റെ ഈ പള്ളിയുടെ നിർമ്മാണത്തിന് മുഖ്യ പങ്കുവഹിച്ച ആർക്കിടെക്റ്റിൻ്റെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ പ്രകൃതി ഉരുണ്ടതാണ് എന്നാണ്. അവിടെ മൂലകളൊന്നുമില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ബിൽഡിങ്ങുകളിൽ ഒന്നും ഒരു മൂലകളോ അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള ഒന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. എല്ലായിടവും ഉരുണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പോഴും നിർമ്മാണം നടക്കുന്നത് കൊണ്ട് ക്രെയിനുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഞങ്ങള് പള്ളിയുടെ ഈ ഒരു സൈഡിൽ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഇവിടുന്ന് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നല്ലൊരു വ്യൂ ഉണ്ട്. അങ്ങോട്ട് പോവാണ് ഞങ്ങള്. നല്ലൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ ഈ ഒരു നിർമ്മിതി. ഇതിന്റെ അകത്ത് കയറണം എന്നുണ്ട് എനിക്ക്. പക്ഷെ അകത്ത് കയറാനായിട്ട് ടിക്കറ്റ് എടുക്കണം. പള്ളിയുടെ ഒരു സൈഡിലൂടെ ഞങ്ങൾ പള്ളിയുടെ അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നടക്കുവാണ്. ഒരു അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു പള്ളിയാണ്. എന്തായാലും എന്തൊക്കെയോ നിർമ്മാണങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഈ ടൈല് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഞങ്ങള് പള്ളിയുടെ മറ്റേ സൈഡിലേക്ക് എത്തി കേട്ടോ. ഇതാണ് പള്ളിയുടെ ഓപ്പോസിറ്റ് സൈഡ്. ഇത് പുറകോശമാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
അല്ല ഇപ്പോഴും പണി നടക്കുന്നതുകൊണ്ട് ക്രെയിനുകളും എല്ലാം പ്രവർത്തനമുണ്ട്. 144 വർഷമായി ഇതിന്റെ പണി തുടങ്ങിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവോ? ഞങ്ങള് പള്ളിയുടെ ഒരു സൈഡിൽ നിന്ന് ഇതിന്റെ പുറത്ത് വേറൊരു വ്യൂ പോയിന്റ് ഉണ്ട്, ഈ ഏകദേശം ഇവിടെയായിട്ട്. അവിടെ കാണാൻ നല്ല ഭംഗിയാണ് പള്ളി. അങ്ങോട്ട് പോവാ ഞങ്ങള്. ഇവിടെ നിന്നൊരു നല്ലൊരു വ്യൂ ഉണ്ട്, പള്ളിയിലെ ഒരു നല്ല വ്യൂ കിട്ടും. പക്ഷെ ഇവിടെ ഫോട്ടോ എടുക്കാനായിട്ട് എപ്പോഴും ഇവിടെ തിരക്കായിരിക്കും. ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം അത്. ഇവിടുന്ന് ഒരു ഫോട്ടോ എടുക്കാനായിട്ട് ഭയങ്കര തിരക്കാണ് എപ്പോഴും. നല്ല വ്യൂ ആണ് എന്തായാലും ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂ. പല നാട്ടിൽ നിന്നുള്ള ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. ഇഷ്ടം പോലെ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് എന്തായാലും. ഒരു മാസ്റ്റർ പീസ് ആണല്ലോ ഇത്. എങ്ങനെയാണല്ലോ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു വലിപ്പം ഫീൽ ചെയ്യൂല. ഇത് നല്ല വലിപ്പമുണ്ട് ഈ ചർച്ച്. ഞങ്ങള് ചർച്ചിന്റെ അവിടെ നിന്ന് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. പള്ളിയുടെ പരിസരത്ത് ധാരാളം റെസ്റ്റോറൻറ്റുകളെല്ലാം ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറെ സുവനീർ ഷോപ്പുകളും എല്ലാം ഉണ്ട്. ഞങ്ങള് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് ടാക്സിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങള് വേറൊരു ഏരിയയിലെത്തി. ഇവിടെ കുറെ ഷോപ്പും ഒക്കെ ഉള്ളൊരു ഏരിയ ആണ്. ലാറംബ്ല എന്നാണ് ഈ ഒരു ഏരിയ അറിയപ്പെടുന്നത്. കുറെ കഫേയും ബ്രാൻഡഡ് ഷോപ്പുകളും അങ്ങനെല്ലാം ഉള്ളൊരു ഏരിയ ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയാണ്. ചെറിയ തണുപ്പുണ്ട്, എന്നാലും നല്ല കാലാവസ്ഥയാണ്. ഞങ്ങള് ഈ റോഡ് ക്രോസ് ചെയ്ത് അവിടെ ഒരു മോണമെന്റ് ഉണ്ട്. കണ്ടിട്ട് മറ്റേ നമ്മുടെ ലാസാഗ്രത ഫാമിലി ആ ചർച്ച് നിർമ്മിച്ച ആർക്കിടെക്റ്റിന്റെ ഒരു ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. പക്ഷെ ആണെന്ന് സംശയമാണ്. ജസ്റ്റ് ഒന്ന് പോയി നോക്കാന്നോർത്തോണ്ടാ. ഈ കാണുന്നതായിരുന്നു ഞാൻ ഉദ്ദേശിച്ച ബിൽഡിംഗ്. പക്ഷെ അത് ഞാൻ ഉദ്ദേശിച്ച ആ ബിൽഡിംഗ് അല്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോണില്ല. ഞങ്ങള് ഇവിടെ വേറൊരു മാള് കാണാം, അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലെന്ന് ആലോചിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഏരിയ ആണ് കേട്ടോ. എന്തായാലും ഇവിടെ എല്ലാം ഈ പിടിച്ചുപറിയും പോക്കറ്റടിയൊക്കെ ഭയങ്കര കോമണാണ്. അതുകൊണ്ട് തന്നെ നോക്കിയും കണ്ട് നടന്നില്ലെങ്കിൽ എല്ലാം അടിച്ചോണ്ട് പോകും. മാള് ഞങ്ങൾ മാളിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക്, എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ഇങ്ങനെ കറങ്ങി നടക്കുവാണ്. പതിയെ തിരിച്ചു പോയാലോ എന്നൂടെ ആലോചിക്കുന്നുണ്ട് ഞങ്ങള്. ഇവിടുത്തെ ബാങ്ക് ഉണ്ട്, ബാങ്ക് ഡി എസ്പാന. ഇതിലെല്ലാം നമുക്ക് ഇത്തരം ചെറിയ കച്ചവടക്കാരെയും കാണാൻ സാധിക്കും കേട്ടോ. ഒത്തിരി ഷോപ്പൊക്കെ ഉള്ളൊരു ഏരിയ ആണ് ഇവിടവും ഈ ഒരു സ്ഥലവും. ഇത് ഞാൻ ഇതിനു മുമ്പ് വന്നപ്പം കുറച്ചുകൂടെ ഭംഗിയുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടുത്തെ മരങ്ങളും സംഭവം എല്ലാം വെട്ടി മാറ്റി. എന്തോ കാര്യമായിട്ട് നിർമ്മാണം നടക്കുന്നുണ്ട്. എന്തൊക്കെയോ മെയിൻ്റനൻസ് ആണോ എന്തോ പണി നടന്നുകൊണ്ടിരിക്കും അവിടെ എല്ലാം. നടന്നു വന്നപ്പോഴാണ് ഞാൻ ഇവിടെ ഒരു കാഴ്ച കണ്ടത്. ഇവിടെയുള്ളൊരു മ്യൂസിയം ആണ്, എറോട്ടിക് മ്യൂസിയം. ആ മ്യൂസിയത്തിന്റെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു മാർക്കറ്റിലേക്ക് ഞങ്ങൾ കയറി. നല്ല തിരക്കാണ് എന്തായാലും. കൂടുതലും ഫുഡിന്റെ ഒക്കെ സ്റ്റോളാണ് കേട്ടോ.
ഭക്ഷണത്തിന്റെ ഒരു കേന്ദ്രം കേട്ടോ. ഫുഡ് പല തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ. എന്താണത്? ഹൽവയല്ലോ. ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട് കേട്ടോ. എന്തായാലും ഈ മാർക്കറ്റിലോട്ട് ഒന്ന് ചുറ്റി നടക്കാന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഇഷ്ടം നടന്നു നോക്കാം എന്താ ഉള്ളതെന്നോ. സ്ട്രോബെറി ഒക്കെ അടുക്കി വെച്ചേക്കുന്ന കണ്ടോ, 5 യൂറോയാണ്. പലതരത്തിലുള്ള നട്ട്സുകളെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. കാണുമ്പോൾ തന്നെ പല നല്ല ഭംഗിയുണ്ട് കാണാൻ. പല കളറിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടേ. മീറ്റ് വെച്ചേക്കുന്നുണ്ടോ, പല ടൈപ്പിലുള്ള മീറ്റ്. ഞങ്ങള് ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ചിക്കനും ഫ്രൈഡ് ചിക്കനും കുറച്ച് എന്തൊക്കെയോ സാധനമൊക്കെ വാങ്ങി. അവിടെ ഇങ്ങനെ പോയിരുന്ന് കഴിക്കാൻ നോക്കുന്നുണ്ട്. ഞങ്ങളിപ്പോ അവിടുന്ന് വാങ്ങിയതാണത്. കഴിച്ചു നോക്കാം ഇങ്ങനെ ഉണ്ടെന്ന്. നമ്മളിപ്പോ എന്തായാലും അവിടുന്ന് ഓരോ ചെറിയ ബിയറൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങള് തിരിച്ച് ഷിപ്പിലേക്ക് പൊക്കോണ്ടിരിക്കുക. ഒന്നുകൂടി ഒന്ന് കറങ്ങിയിട്ട് പതുക്കെ തിരിച്ചു പോകാനുള്ള പ്ലാനിലാണ് ഞങ്ങള്. കൂടെ ഉണ്ടായിരുന്നവ ഞങ്ങള് കുറച്ച് വാങ്ങി. ഒരു പീസിന് 3 യൂറോയാണ് ഒരെണ്ണത്തിന്. അതായത് ഏകദേശം 300 രൂപ മാത്രമായി. എന്തായാലും എന്തായാലും കഴിച്ചു നോക്കാം പിന്നീട് എപ്പോഴേലും. മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾ പതിയെ വെളിയിലോട്ട് ഇറങ്ങുവാണ്. ഇവിടെ എല്ലായിടത്തും ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് കച്ചവടം ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഫ്രൂട്ട്സും പലതരത്തിലുള്ള ജ്യൂസുകളും എല്ലാം ഉണ്ട്. ക്രൗഡഡ് ആണ്, നല്ല തിരക്കാണ് എന്തായാലും. ഇവിടെ ഇതിന് അടിയിലൂടെ മെട്രോ ഉണ്ട് കേട്ടോ. മെട്രോ സ്റ്റേഷനാണ് ഇപ്പൊ ഈ കണ്ടത്. ഇതിൽ ഇറങ്ങിപ്പോയാൽ മതി. നമുക്ക് നേരെ ഈ കാണുന്നതാണ് കൊളംബസ് മോണുമെന്റ്. ഒരു ടവറാണ്, മറ്റേ ക്രിസ്റ്റഫർ കൊളംബസിന്റെ ഒരു പ്രതിമയാണ് മുകളിലുള്ളത്. അതിന്റെ 1888 ബാഴ്സലോണയിൽ ഉണ്ടായിരുന്നൊരു യൂണിവേഴ്സൽ എക്സിബിഷന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രതിമയാണിത്. കടലിലേക്ക് ഇങ്ങനെ കൈ ചൂണ്ടി നിൽക്കുന്നതായിട്ടാണ് അതിന്റെ മുകളിലുള്ള രൂപം. ഏകദേശം 60 മീറ്ററാണ് ഇതിന്റെ ഉയരം. 197 അടിയോളമാണ് ഇതിന്റെ ഉയരം. ഇവിടുത്തെ ലാറംബ്ല എന്ന് പറയുന്ന ഏരിയയുടെ ഒരു എൻട്രൻസ് ഭാഗമായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ച് ഇങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ഇവിടുത്തെ രാജാവിനെയും രാജ്ഞിയെയും കണ്ടതിന്റെ ഓർമ്മയ്ക്കായിട്ട് നിർമ്മിച്ചതാണ് ഇത്. പറയുന്നത് ഈ കൈ ചൂണ്ടി നിൽക്കുന്നത് അമേരിക്കയിലേക്കാണെന്നാണ് പറയുന്നത്. പക്ഷെ ശരിക്കും അമേരിക്കയിലേക്കല്ല, ഇവിടുത്തെ മെഡിറ്ററേനിയൻ സീയിലേക്കാണ് ആക്ച്വലി ഈ പ്രതിമ കൈ ചൂണ്ടി നിൽക്കുന്നത്. സിംഹത്തിന്റെ ഒരു 8 പ്രതിമയുണ്ട് ഇങ്ങനെ ഇതിന്റെ ചുറ്റും. കുട്ടികളൊക്കെ ഇതിന്റെ മുമ്പിൽ കയറി ഇങ്ങനെ ഫോട്ടോ എടുക്കാറുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ. ഏകദേശം 6 യൂറോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് മുകളിൽ കയറാൻ പറ്റും കേട്ടോ. ഞങ്ങള് തിരിച്ചു പോവാണ് ഷിപ്പിലേക്ക്. അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.